ഇന്നത്തെ വീഡിയോയില് ഒരടിപൊളി വെറൈറ്റി പോളയാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. കിടിലൻ ടേസ്റ്റ് ആണ്. എല്ലാവർക്കും ഈസി ആയിട്ട് ഉണ്ടാക്കാനും പറ്റുന്നതാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നേ നോക്കാം. അപ്പൊ ഇതിന് നമ്മൾ ഇതേപോലെ 4 നേന്ത്രപ്പഴം എടുക്കാം. മീഡിയം സൈസിലുള്ളതാണ് കേട്ടോ ഞാൻ എടുത്തത്. എന്നിട്ട് നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പൊ അതിന് ഞാനൊരു ദോശക്കല്ലിൽ കുറച്ച് നെയ്യ് ഒഴിച്ച് ചൂടാക്കിയിട്ടുണ്ട്. നെയ്യ് അല്ലെങ്കിൽ ഓയിൽ എടുത്താലും മതി. നെയ്യാണെങ്കിൽ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും. എന്നിട്ട് നമ്മൾ നേന്ത്രപ്പഴം ഇതുപോലെ ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഇതുപോലെ ഇങ്ങനെ നിരത്തി ഇട്ട് കൊടുത്തതിന് ശേഷം രണ്ട് സൈഡും തിരിച്ചു മറിച്ചെല്ലാം ഇട്ടിട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറിൽ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പൊ ഇതാ ഞാൻ ഇത് രണ്ട് സൈഡും ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇതേപോലെ നമ്മൾ എല്ലാ പഴവും റെഡി ആക്കിയിട്ട് എടുക്കണം. ഇനിയിപ്പോ നമ്മൾ ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ ചെരുകിയത് ഇട്ട് കൊടുക്കാം. 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോ നമുക്ക് അതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ഷുഗർ ചേർത്ത് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലൊരു ഫ്ലേവറിനായിട്ട് നമുക്ക് കുറച്ച് ഏലക്കാപ്പൊടിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതാ കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോ ഇത് നല്ലോണം ഇളക്കി മിക്സ് ആക്കിയിട്ട് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. തേങ്ങയുടെ കളറെല്ലാം ഒന്ന് ചേഞ്ച് ആയിട്ട് വരുന്നത് വരെയാണ് നമ്മൾ വറുത്തെടുക്കേണ്ടത്. അപ്പൊ അത് റെഡി ആയിട്ടുണ്ട്. അത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് ഒരു ബൗളിലേക്ക് നമുക്കൊരു 3 മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്കൊരു 2-3 ടേബിൾ സ്പൂൺ പാലും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ മധുരത്തിനായിട്ട് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കുറച്ച് ഏലക്കപ്പൊടിയും കൂടി ചേർത്തിട്ട് ഇത് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. ഇതാ മുട്ടയും പാലും എല്ലാം നല്ലപോലെ മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ നമ്മള് ഒരു ദോശക്കല്ലിന്റെ മുകളില് സോസ് പാൻ വെച്ച് കൊടുക്കുക. ഇത് കരിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പഴയ ഒരു ദോശക്കല്ല് അടിയിൽ വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് സോസ് പാൻ അതിന്റെ മുകളിൽ വെച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് നെയ്യാക്കി കൊടുക്കാം. നമുക്ക് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ച നേന്ത്രപ്പഴം ഉണ്ടല്ലോ, അത് ഇതുപോലെ ഇങ്ങനെ നിരത്തി വെച്ച് കൊടുക്കാം. ഈ പാത്രം ഒന്ന് കവർ ആവുന്ന രീതിയിൽ ഒറ്റ ലൈനിലാണ് നമ്മൾ ഫസ്റ്റ് വെച്ച് കൊടുക്കേണ്ടത്. അത് വെച്ചതിന് ശേഷം നമുക്ക് നമ്മൾ മുട്ട റെഡിയാക്കിയിട്ടില്ലേ, അതിൽ നിന്ന് 1-2 സ്പൂണ് ഇതിന്റെ മുകളിലേക്ക് ഇതുപോലെ ഇങ്ങനെ എല്ലാ സ്ഥലത്തേക്കും ഒഴിച്ചു കൊടുക്കാം. ചെറിയൊരു നേരിയ ലെയർ ഒഴിച്ചു കൊടുത്താൽ മതിയേ. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ആ തേങ്ങന്റെ ഫില്ലിങ് ഇട്ട് കൊടുക്കാം. ഞാൻ ഫസ്റ്റ് 3 ലെയർ ആക്കാന്നാണ് വിചാരിച്ചത്. പക്ഷെ ഞാൻ 2 ലെയർ ആക്കുന്നുള്ളൂ കേട്ടോ. കുറച്ചും കൂടി ഇതിലേക്ക് തേങ്ങന്റെ മിക്സ് ഇട്ട് കൊടുക്കുന്നുണ്ടേ. തേങ്ങന്റെ ഫില്ലിങ് നമ്മൾ ഇട്ട് കഴിഞ്ഞാല് ഇതുപോലെ എല്ലാ സ്ഥലത്തും ആവുന്ന രീതിയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണേ. എന്നിട്ട് സെക്കൻഡ് ലെയർ ആയിട്ട് പിന്നെയും നമ്മൾ നേന്ത്രപ്പഴം ഇതുപോലെ ഇങ്ങനെ നിരത്തി വെച്ച് കൊടുക്കാം. ഒറ്റ ലൈനായിട്ട് വെച്ച് കൊടുത്താൽ മതി. അതിനുശേഷം നമുക്കിത് അതുപോലെ ഇങ്ങനെ 1-2 സ്പൂണ് മുട്ടന്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് വീണ്ടും നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ തേങ്ങന്റെ ഫില്ലിങ് ഇതിന്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ ബാക്കി വന്നിട്ടുള്ള ആ മൊത്തം ഫില്ലിങ്ങും ഞാൻ ഇതിന്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് സ്പൂൺ വെച്ചിട്ട് ഒന്ന് ലെവലാക്കി കൊടുക്കാം. പിന്നെയും നമ്മൾ ബാക്കി വരുന്ന നേന്ത്രപ്പഴം നമുക്ക് ഇതിന്റെ മുകളിലേക്ക് നിരത്തി വെച്ച് കൊടുക്കാം. അപ്പൊ ഇതാ ഫുള്ളായിട്ട് കവർ ആവുന്ന രീതിയിൽ നമ്മൾ പഴം വെച്ച് കൊടുത്തതിന് ശേഷം ബാക്കി വരുന്ന മുട്ട മൊത്തം നമുക്ക് ഇതിന്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനിയിപ്പോ ഇത് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. കുറച്ച് സമയം ഒരു 10 മിനിറ്റിലും കുക്ക് ചെയ്തെടുത്താൽ മതിയാവും. അപ്പോഴത്തേക്കും ഇത് നല്ലപോലെ സെറ്റായിട്ട് വന്നിട്ടുണ്ടാവും. അപ്പൊ മുട്ടയെല്ലാം നല്ലപോലെ സെറ്റായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് ഇതൊന്ന് ചൂടെല്ലാം പോയതിന് ശേഷം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഡിമോൾഡ് ചെയ്യാം. അപ്പൊ ഇത്രയേ ഉള്ളൂ കേട്ടോ സംഭവം. അപ്പൊ ഇത് നമ്മുടെ അടിപൊളിയായിട്ടുള്ള പോള റെഡി ആയിട്ടുണ്ട്. ബ്രെഡോ മൈദയോ അങ്ങനത്തെ യാതൊന്നും ആവശ്യമില്ല. പഴവും തേങ്ങയും ഉണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പോളയാണ് കേട്ടോ. നല്ല ടേസ്റ്റുമാണ് ഇത് കഴിക്കാൻ. അപ്പൊ ഇതാ ഇതുപോലെ നമുക്ക് ലെയർ ലെയർ ആയിട്ട് തന്നെ ഇത് കിട്ടുകയും ചെയ്യും. അപ്പൊ ഇതുവരെ ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ട്രൈ ആക്കി നോക്കണേ. അപ്പൊ നോമ്പിന്റെ സമയമാണ് വരാൻ പോകുന്നത്. അപ്പൊ നോമ്പിനെല്ലാം നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പൊ ഇന്നത്തെ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും കമന്റും ചെയ്യണേ.